കേരളത്തിൽ 10th കഴിഞ്ഞാൽ പല വീടുകളിലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഡയലോഗ് എന്താണെന്നറിയോ? സയൻസ് എടുക്കണം, സയൻസ് എടുത്താൽ ലൈഫ് സെറ്റാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പോയി. ഇപ്പോഴും പലർക്കും ഇതാണ് മൈൻഡ് സെറ്റ്. പക്ഷേ ഓണസ്റ്റ് ആയി ചോദിക്കാം, എല്ലാവർക്കും സയൻസ് തന്നെയാണോ കറക്റ്റ്? റിയാലിറ്റി എന്താണെന്നറിയോ? കേരളത്തിൽ പല സ്റ്റുഡൻസും ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഫ്യൂച്ചർ അറിയാതെ, പാരൻസ് പ്രഷർ കാരണം കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞ് ബേൺ ഔട്ട്, ഡിഗ്രി കഴിഞ്ഞ് കൺഫ്യൂഷൻ, അതിനുശേഷം മോട്ടിവേഷൻ റീൽസ്. പ്രോബ്ലംസ് മാർക്സ് ഇല്ലാത്തതല്ല, റോങ് ഡയറക്ഷനാണ്. ഇപ്പം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. AI വരുന്നു, ഓട്ടോമേഷൻ വരുന്നു, ട്രഡീഷണൽ ജോബ്സ് ചേഞ്ച് ആവുന്നു. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ? ഡിയർ പാരൻസ്, 2026 ആണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ വാല്യൂ കൂടാൻ ചാൻസ് ഉള്ള ചില ഫീൽഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈബർ സെക്യൂരിറ്റി, UI, UX ഡിസൈൻ, aviation and logistics, digital marketing, AI tools and tech support, healthcare support careers, media and content creation, language and communication skills. And listen carefully. എല്ലാ കരിയറിനും കോഡിംഗ് വേണ്ട, എല്ലാവരും എഞ്ചിനീയർ ആകേണ്ടതുമില്ല. ഏത് ഫീൽഡ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ സ്ട്രഗിൾ ആവും. കേരളത്തിൽ ടാലൻ്റ് ഉള്ള സ്റ്റുഡൻസ് ധാരാളമുണ്ട്, പക്ഷേ സ്പീക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. ഇൻ്റർവ്യൂ ഫിയർ, എക്സ്പോഷർ കുറവ്, അവിടെയാണ് പലരും പിന്നിലാകുന്നത്. അനദർ ട്രൂത്ത്, ഇപ്പോൾ കമ്പനീസ് ഡിഗ്രീസ് മാത്രം നോക്കുന്നതിനേക്കാൾ സ്കില്ലാണ് നോക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി, പേഴ്സണാലിറ്റി, ഇവയാണ് കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പീപ്പിൾ എന്ത് പറയും എന്നതിനേക്കാൾ ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. 10th കഴിഞ്ഞ് കൺഫ്യൂസ്ഡ് ആണോ? സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ്? ഈ ഒരു ചോയ്സ് ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഫ്യൂച്ചർ കോഴ്സ് സെലക്ഷൻ ഹെൽപ്പ് വേണോ? കമൻറ്റ് ചെയ്യൂ. കോഴ്സ്, ഐ വിൽ സെൻഡ് യു ദ ഹെൽപ്പ്.